സ്കൂളുകളിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കിയതിനെതിരെ പ്രതിഷേധവുമായി സമസ്ത. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയാണ് സൂംബ ഡാൻസ് എന്ന് SYS സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി വിമർശിച്ചു. മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനുമാണ് സൂംബ ഡാൻസ് എന്നും നാസർ ഫൈസി കൂടത്തായുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സൂംബ ധാർമ്മികതയ്ക്ക് ക്ഷതം ഏൽപ്പിക്കുമെന്ന് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിമർശനവുമായി രംഗത്തെത്തി. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനോട് ചോദിച്ചറിയാം. രതീഷ്, വലിയ രീതിയിലുള്ള വിമർശനമാണ്, നിശിതമായ വിമർശനമാണ് ഇതിനെതിരെ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ പുതിയ രീതി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നു. അത് എത്രത്തോളം ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള വിമർശനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് അവർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ? സംഗീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചില സ്കൂളുകളിൽ ഈ കുട്ടികളുടെ മാനസിക സമ്മർദ്ദമൊക്കെ ഇല്ലാതാക്കാനാണ് ഇത്തരത്തിൽ ചില വ്യായാമ മുറകൾ പരീക്ഷിക്കാം സ്കൂൾ തലങ്ങളിൽ ഇന്ന് സർക്കാർ തീരുമാനിക്കുന്നു. അതനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. സൂമ പോലുള്ള ഡാൻസ് കുറച്ചുകൂടി ശാരീരിക വ്യായാമത്തിന് രസകരമാവും എന്ന രീതിയിലാണ് സൂംബയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അത്തരം ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു ഉത്തരവ് 11/6 സർക്കാർ ഇറക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള പരിശീലനങ്ങൾ സൂംബ ഉൾപ്പെടെയുള്ള ലഘു വ്യായാമങ്ങൾ നടത്തണം എന്ന് നിർദ്ദേശിച്ചു. കാരണം ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ ഇത്തരം കുട്ടികളിൽ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത്തരത്തിൽ ചില വ്യായാമ മുറകൾ വേണമെന്നുള്ള വളരെ പ്രാഥമികമായ ചില തീരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം വ്യായാമങ്ങളിലേക്ക് സ്കൂളുകളിലെ ചെറിയ കുട്ടികൾ മുതൽ എല്ലാ കുട്ടികളും പോകണം എന്ന തീരുമാനമുണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ സൂംബ ഡാൻസ് എല്ലാ സ്കൂളുകളിലും തുടങ്ങിയത്. നമുക്കറിയാം, സംസ്ഥാനത്ത് തന്നെ തോട്ടുമുക്കത്താണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു സൂംബ ഡാൻസ് തുടങ്ങിയത്. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തിയത്. അവർ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സൂംബ ഡാൻസ് ആരോഗ്യത്തിന് വളരെ കാര്യക്ഷമമാണ്, അത്തരം ചില ലഘുവ്യായാമങ്ങൾ കുട്ടികളെ ആഹ്ലാദിപ്പിക്കും, അങ്ങനെ നമുക്ക് ഈ ആരോഗ്യ സംരക്ഷണം നടത്താം, ഇത്തരം സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാം കുട്ടികളിൽ എന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരം ചില സ്കൂളുകളിൽ ഇത് നടപ്പാക്കാമെന്ന് ഒരു പ്രാഥമിക ധാരണ വരികയും അത്തരത്തിൽ ചില ഉത്തരവുകൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അത്തരം വലിയ വിമർശനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കൂടുതലിടങ്ങളിലും ഈ സൂംബ ഡാൻസ് ഉൾപ്പെടെ നടക്കുകയുണ്ടായി. അതായിരിക്കണം ഒരുപക്ഷെ ചില സംഘടനകളെ ഇത്തരത്തിൽ പ്രതിഷേധത്തിനിടയാക്കിയതെന്നാണ് മനസ്സിലാവുന്നത്. SYS ഉൾപ്പെടെ സമസ്ത ഉൾപ്പെടെ ഈ പ്രതിഷേധവുമായി ഇറങ്ങുന്നു. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഇറങ്ങുന്നു, ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതുപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് പബ്ലിക് അവരുടെ ആ ഗ്രൂപ്പും ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങുന്നു. അത് ആൺ പെൺ ഇടകലർന്നുള്ള ഇത്തരം ഈ നൃത്ത രൂപങ്ങൾ സംസ്കാരത്തെ വല്ലാത്ത രീതിയിൽ അട്ടിമറിക്കും, മറ്റു ചില സംസ്കാരങ്ങളിലേക്ക് അവരെ നയിക്കും. അത് നിർബന്ധമായി സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനം മാറ്റണം. തങ്ങളെന്തായാലും അത്തരത്തിലുള്ള ഈ പരിശീലനങ്ങളിൽ തങ്ങളെ കുട്ടികളെ പങ്കെടുപ്പിക്കില്ല, അതിന് സർക്കാരിന് ഏത് രീതിയിൽ നടപടിയെടുക്കാം എന്നൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കൃത്യമായ അവരുടെ വിശ്വാസമനുസരിച്ചുള്ള ഇഴകിച്ചേർന്നുകൊണ്ടുള്ള വിശ്വാസത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള ആൺപെൺ ഇഴകിച്ചേർന്നുകൊണ്ടുള്ള ഇത്തരം വ്യായാമ മുറകൾ, അത് സൂംബയായാലും മറ്റേത് തരത്തിലുള്ള വ്യായാമ മുറയായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിന് സർക്കാർ ചെയ്യേണ്ടത് കൃത്യമായി കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് കൃത്യമായ ആരോഗ്യ പരിരക്ഷണമുള്ള പരിശീലനങ്ങൾ വ്യായാമങ്ങളും നടപ്പാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇത്തരം സംസ്കാരത്തെ തന്നെ ചില ആളുകളുടെ ചില വ്യക്തിപരമായ സംസ്കാരം സൂംബയ്ക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ കൃത്യമായ ചർച്ചകൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.